ഷീജ, അമ്പരപ്പിക്കുന്നതാണ് ഈ വാർത്ത. ശബരിമലയിലെ തന്ത്രി എന്ന നിലയിലുള്ള ബഹുമാനം, തന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പന്റെ പിതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അയ്യപ്പന്റെ മുഴുവൻ മുതലും അടിച്ചു മാറ്റാൻ തന്ത്രി മുൻകൈയെടുത്തു. അതിൽ നേരിട്ട് പങ്കാളിയായി എന്നത് സത്യത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്, അമ്പരപ്പിക്കുന്നതാണ് ഷീജ. തീർച്ചയായും മനു, അതിലൊരു തരത്തിലുള്ള സംശയമില്ല. കാരണം നമുക്കറിയാം, ശബരിമലയിലേക്ക് എത്തുന്ന ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവരുടെയൊക്കെ ആ ശബരിമലയിലേക്ക് എത്തുമ്പോൾ അവർ കാണുന്നത് അയ്യപ്പൻ കഴിഞ്ഞാൽ അവർക്ക് തന്ത്രിയാണെല്ലാം. കാരണം അങ്ങനെ ദൈവതുല്യനായി കാണുന്ന ഒരു വ്യക്തിയാണ് ഈ തന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥാനത്തെ ആ ഭക്തർ നൽകുന്ന ഭക്തരുടെ ആ ഒരു വികാരം അതുപോലും ഇവിടെ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ സ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പിന് തന്ത്രി കണ്ഠരര് രാജീവന് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. കാരണം തന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും തന്നിലേക്ക് സംശയം ഒന്നും നീളില്ല, തന്നിലേക്ക് അന്വേഷണം എത്തില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവർക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം അദ്ദേഹം തുടക്കം മുതൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളും ആ രീതിയിലാണ്. ദൈവഹിതത്തിനനുസരിച്ച് മാത്രമാണ് താൻ ഈ സ്വർണം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയത് എന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ തട്ടിപ്പുമായി ഒരു തരത്തിലുള്ള ബന്ധവും തനിക്കില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ശ്രമങ്ങൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ ഈ ആസൂത്രണത്തിലടക്കം തന്ത്രിക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഏതായാലും വരും ദിവസങ്ങളിൽ കൂടി ഉണ്ടാകുന്നതായിരിക്കും. ഏത് രീതിയിലാണ് ഈ തട്ടിപ്പിൽ തന്ത്രി രീതിയിലുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതായാലും ഒരു കാര്യം കൃത്യമാകുന്നു, ഈ കേസിൽ ഒരു മൗനാനുവാദം ഈ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുകയോ മാത്രമല്ല തന്ത്രി ചെയ്തിരിക്കുന്നത്. നേരിട്ട് തന്നെ ഈ തട്ടിപ്പിൽ ഈ കൊള്ളയിൽ പങ്കുണ്ട് തന്ത്രിക്ക് എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഷീജ, ഇപ്പോൾ കട്ടിളപ്പാളി കേസ്, ഒപ്പം തന്നെ ദ്വാരപാലകം, ശില്പങ്ങളിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസ്, ഇത് രണ്ടിലെ വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഈ കണക്കിനനുസരിച്ചാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, അതായത് ഈ പുതിയ കൊടിമരം എന്ത് സ്ഥാപിച്ചു, അതിലെ വാജീവാഹനത്തിന്റെ കഥ എന്താണ്, ആ വാജീവാഹനം ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്ത്രിയിൽ നിന്ന് ലഭിക്കാനുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരിക്കും എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം ഇപ്പോൾ അന്വേഷണ സംഘം നിലവിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കേസുകളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. അപ്പോൾ ഈ കേസിൽ മാത്രമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് അവർ നീക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ അടുത്ത ഘട്ടത്തിലെ അന്വേഷണത്തിൽ പരിശോധിക്കുന്നത് കൊടിമരം പുനഃസ്ഥാപിച്ചത് ഏത് സാഹചര്യത്തിലാണ്, അതോടൊപ്പം തന്നെ ആ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വാജിവാഹനം, ആ വാജിവാഹനം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്ത്രിക്ക് കൈമാറുന്നു. തന്ത്രി അത് പലയിടങ്ങളിൽ എത്തിച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട്, സാമ്പത്തിക ലാഭം നേടിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ വിഷയത്തിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അതിലും കൂടുതൽ വിവരങ്ങൾ തന്ത്രിക്കെതിരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ പുറത്തുവരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം മൊഴിയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കൊടിമരത്തിന്റെ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതും തന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഘട്ടത്തിലായിരുന്നു നിർണായകമായിട്ടുള്ള കൊടിമരം സംബന്ധിച്ചും അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള മൊഴികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടതുപോലെയുള്ള ഈ ഞെട്ടിക്കുന്ന വിവരത്തിന് പിന്നാലെ കൊടിമരം പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിലും സ്വാഭാവികമായും തന്ത്രിക്കെതിരെ നിർണായകമായിട്ടുള്ള മറ്റു കൂടുതൽ തെളിവുകളും വിവരങ്ങളും പുറത്തേക്ക് വരും ദിവസങ്ങളിൽ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. മനോ, തീർച്ചയായും ഷീജ, നോക്കൂ, തന്ത്രി സ്വർണ്ണമോഷണത്തിന് ചുക്കാൻ പിടിക്കുന്നു, സ്വർണം അടിച്ചു മാറ്റുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ആ സ്വർണം പുറത്തേക്ക് പോകുന്നു, അത് ചെന്നൈയിലെത്തിച്ച് ഒരുക്കുന്നു, അത് കർണാടകത്തിലെ റദ്ദം ഗോവർദ്ധൻ എന്ന് പറയുന്ന ജ്വല്ലറി മുതലാളി ആ സ്വർണ്ണമാക്കി മറ്റ് രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ തന്ത്രിയിൽ തുടങ്ങി ഗോവർദ്ധനിൽ വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ നെക്സസിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിലൊരു വഴിത്തിരിവിലേക്ക് ഈ കേസ് എത്തുമെന്ന്. ഷീജ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ തന്ത്രി ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വരുമെന്നും അയാളാണ് ഈ സ്വർണം കക്കുന്നതിന് ഒന്നാമതായി നിന്നിരുന്നതെന്നും?
തീർച്ചയായും മനു, സ്വാഭാവികമായും തന്ത്രി എന്ന് പറയുമ്പോൾ ആരും സംശയിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നു ഇതിലെ ഏറ്റവും മുഖ്യ പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു എല്ലാ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്വേഷണ സംഘം കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് അടക്കം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് ഇവരുമായി ബന്ധപ്പെടുന്ന കൂടുതൽ പേരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ച് എങ്ങനെയാണോ ഈ സ്വർണം ഇവിടെ ശബരിമലയിൽ നിന്നും പുറത്തേക്ക് പോയത് അതിന്റെ അതേ പാതയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘവും സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ തന്ത്രിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. കേവലം തന്ത്രിയിലേക്ക് എത്തുന്നതിനപ്പുറത്തേക്ക് ആ തന്ത്രിക്കെതിരെയും കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു തന്ത്രിയുടെ അറസ്റ്റിലേക്ക് പോലും പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എടുത്തുചാടി തന്ത്രിക്കെതിരെ ഏതെങ്കിലും മൊഴി കിട്ടി എന്ന് പറഞ്ഞ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയല്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തന്ത്രിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയെ കൃത്യമായ രീതിയിൽ തന്നെ പൂട്ടാൻ SITക്ക് സാധിച്ചത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ട് എന്ന് വ്യക്തമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് തന്ത്രി ചെയ്തത് ഈ സ്വർണ്ണമോഷണവുമായി അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഷീജ. ഇപ്പോൾ നേരിട്ട് പങ്കുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. തന്ത്രി തന്നെ അത് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകളുടെ അടക്കം രേഖകൾ അന്വേഷണ സംഘം വളരെ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ശബരിമലയിൽ നിന്ന് പോയ സ്വർണം ഏത് വഴിക്ക് പോയി? മുഴുവൻ സ്വർണവും തിരിച്ചെത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അത് ഏത് വഴിക്ക് പോയി? ആർക്ക് വിറ്റു? അത് വാങ്ങിക്കൊണ്ട് പോയവർ ആരാണ്? അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ഗോവർദ്ധന അപ്പുറമുള്ള മറ്റാരുടെയെങ്കിലും ബന്ധങ്ങൾ ഇതിന് പുറകിലുണ്ടോ എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മുൻപിലേക്ക് എത്തേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളായിരിക്കുമല്ലേ? തീർച്ചയായും മനു, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ ശബരിമലയിൽ നിന്നും മോഷണം പോയ സ്വർണം എവിടെ എന്നുള്ളതാണ്. അതിലടക്കം നിർണായകമായിട്ടുള്ള ഉത്തരം നൽകാൻ തന്ത്രിയെ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം, പരിശോധന അത് SIT എത്രയും വേഗത്തിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ എവിടേക്കാണ് ഈ ശബരിമലയിൽ നിന്നും മോഷണം പോയത് എന്നുള്ളതും ആരാണത് കൈപ്പറ്റിയത് എന്നും ആ സ്വർണത്തിന് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മനു.